ഫുട്ബോൾ ഇതിഹാസം മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഓരോരുത്തർ വാർത്താ സമ്മേളനമൊക്കെ നടത്തി നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഇരിക്കുന്നതാണ്. മെസ്സി വരും, ഇന്ന് വരും, നാളെ വരും, വരുമോ, വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സിയെ വെച്ചൊരു ആറാട്ട് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മെസ്സി വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മെസ്സി വരുമെന്ന് പറഞ്ഞ് പിന്നെ ടിക്കറ്റ് ഒക്കെ വിറ്റതോ അതെന്താ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് മെസ്സിക്ക് കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ളതാണ്. ഫുട്ബോൾ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഫുട്ബോൾ എന്ന് പറയുന്നത് കേരളം മുഴുവൻ ആരാധകരാണ് മെസ്സിക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ മെസ്സിക്ക് ആരാധകരുണ്ടാകും. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ കേരളത്തിലുള്ള ജനങ്ങൾ മെസ്സിയെ കാണാനായി വല്ലാത്ത ഒരു പ്രതീക്ഷയിലിരുന്നതാണ്. ആ പ്രതീക്ഷയൊക്കെ ഇപ്പൊ അസ്ഥാനത്ത് എന്താ പറയുക തീർത്തിരിക്കുന്ന ഒരു അസ്ഥാനത്ത് വെച്ച് തന്നെ ഈ മരം പകുതി വെച്ച് വെട്ടിക്കൊണ്ട് പോകില്ലേ. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മരം ഒരു വരമാണല്ലോ. അത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും അപ്പോ അത്തരത്തിൽ ഈ പകുതി വഴി വെച്ചങ്ങ് വെട്ടി എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോ അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്പോൺസർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ സ്പോൺസർമാരിൽ ഒരാളായ ആന്റോ അഗസ്റ്റിനെ ട്രോളി അഡ്വക്കേറ്റ് എ ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. ജയശങ്കർ സാറിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. അദ്ദേഹം കൃത്യമായി ഈ കൊടുക്കേണ്ടിടത്ത് മർമ്മം നോക്കി കൊടുക്കുമെന്നൊക്കെ പറയില്ല, അതുപോലെ ആ പൊളിയായിട്ടൊക്കെ കൊടുത്തിരിക്കും എന്നുള്ളതാണ്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് പരിഹാസം. അദ്ദേഹം പറയുന്നത്, കാട്ടിലെ വീട്ടിത്തടി, കള്ളന്റെ TV ചാനൽ, വലിയടാ വലി, ഒത്തുപിടിച്ചാൽ മെസ്സിയും പോരും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാരും തുടക്കം മുതൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ എത്തിയില്ല. ഈ അടുത്ത സമയത്ത് നമ്മുടെ പിന്നെ സ്പോർട്സ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു മെസ്സി വരില്ല, മെസ്സി വരുമെന്ന് ഞാൻ പറഞ്ഞു. വരുമെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു, അത് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും, ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിപ്പോ ശ്രീജിത്ത് പണിക്കർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഒരു ചെറിയ കുറിപ്പാണ്, പക്ഷെ അതൊന്നൊന്നര കുറിപ്പാണ്. നാട്ടുകാരെയും സർക്കാരിനെയും ഒരുമിച്ച് കബളിപ്പിച്ച് പുട്ടടിക്കാനുള്ള വക ഒപ്പിക്കുന്ന മരം മുറി മാങ്കോസ്റ്റിന്റെ നവംബർ വിൻഡോയിലെ പച്ചക്കള്ള മെസ്സി ഇതാ എത്തിപ്പോയി. അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇതിന്റെ കമന്റ് ഒക്കെ വായിക്കുമ്പോഴാണ് ഒരാൾ ഇട്ടേക്കുന്ന കമന്റ് അത് വളരെ ശ്രദ്ധേയമായ കമന്റാണ്. ടിക്കറ്റ് എടുത്തവരുടെ നഷ്ടം നികത്താൻ റിപ്പോർട്ട് ചാനലിന്റെ നേതൃത്വത്തിൽ മറയൂരിൽ മരം മുറി മത്സരം സംഘടിപ്പിക്കുന്നതാണ്. VIP ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ചന്ദനം മുറിക്കാൻ അനുവാദമുള്ളൂ. NC 1 കോടി രൂപ മുടക്കി 4 പേരുടെ ഗ്രൂപ്പ് VVIP ടിക്കറ്റ് എടുത്തവർക്ക് മുറിക്കുന്ന മരം വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. ഇനി അടുത്തത്, അവർ നന്നായി ആലോചിക്കട്ടെ, വന്നില്ലെങ്കിൽ മെസ്സിക്കും അർജന്റീനയ്ക്ക് തന്നെയാണ് നഷ്ടം. അതായത് എന്നാൽ ഇദ്ദേഹം പറഞ്ഞ പിന്നെ വാക്കെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഭയങ്കരമായി ട്രോളുന്നുണ്ട് ആളുകൾ. മെസ്സി വരൂ കേട്ടോ എന്നാണ് മറ്റൊരാൾ ഇട്ടിരിക്കുന്നത്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി, വെറും തള്ളു മാത്രമേ മുട്ടിൽ ബ്രദേഴ്സിന്, തള്ളാൻ വേണ്ടി മാത്രം ഒരു ചാനലും മണ്ടനായ ഒരു മൊട്ടയും. അത് ഞാൻ ഉത്തരവാദിയല്ല, അത് ഇട്ടേക്കുന്ന ആള് രാജേഷ് K രാമകൃഷ്ണൻ, അദ്ദേഹം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഇനി ആന്റോ അഗസ്റ്റിൻ പറയുന്ന ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ AFAയുമായുള്ള ചർച്ചകളിൽ ധാരണ. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ. ഇങ്ങനെയാണ് അദ്ദേഹം ഇട്ടേക്കുന്നത്. പകരം മൊട്ടയെ മെസ്സിയുടെ കുപ്പായമിട്ട് കളത്തിലിറക്കാൻ തീരുമാനമായി. അഗസ്റ്റിൻ വായിൽ മെസ്സി കിക്ക്. ശ്രീജിത്തിന്റെ കമന്റ് പോസ്റ്റ് ചെയ്ത 5 മിനിറ്റിൽ 5000 ലൈക്ക് വേണം എന്ന് നാം ആഗ്രഹിക്കുന്നു, സുഹൃത്തുക്കളെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇനി അർജന്റീന ടീമിന്റെ സന്ദർശനം സംബന്ധിച്ച് ഒട്ടേറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ല എന്ന് സ്പോൺസർമാരിൽ ഒരാളായ ആന്റോ അഗസ്റ്റിൻ സമൂഹ മാധ്യമത്തിൽ തുറന്ന് സമ്മതിക്കുകയായിരുന്നു. ലോകകപ്പ് വിജയിച്ച അർജന്റീന ടീം നവംബറിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുമെന്നായിരുന്നു തുടക്കം മുതലുള്ള പ്രഖ്യാപനം. കൊച്ചി സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ തുടങ്ങിയിരുന്നെങ്കിലും കൃത്യസമയത്ത് തീർക്കാൻ സാധിച്ചില്ല. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി ആന്റോ അഗസ്റ്റിൻ പ്രതികരിച്ചു. അടുത്ത വിൻഡോയിൽ അർജന്റീന കേരളത്തിൽ വരുമെന്നും ഇക്കാര്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി. നവംബറിൽ
ആങ്കോളയിൽ മാത്രമാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുകയെന്ന് അർജന്റീന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അർജന്റീനയുടെ എതിരാളികളാകാൻ പരിഗണിച്ച ഓസ്ട്രേലിയയിലും കേരളത്തിലേക്കില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നവംബർ 14-18 തീയതികളിൽ വെനസ്വേലയ്ക്കും കൊളംബിയയ്ക്കുമെതിരെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമിന് മത്സരങ്ങളുണ്ട്. അങ്കോളയിൽ കളിക്കുന്നതിന് മുൻപ് അർജന്റീന സ്പെയിനിലാണ് പരിശീലിക്കുക. വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ. കേരളം മത്സരത്തിന് സജ്ജമല്ല എന്ന് AFA ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം. നവംബർ 17-ന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞത്. മാർച്ചിൽ മെസ്സി വരുമെന്നാണ് സ്പോൺസർ പറയുന്നത്. എന്നാൽ മാർച്ചിൽ വരണ്ടെന്നാണ് സർക്കാരും സ്പോൺസർമാരും ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തു. പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു. 2011 സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുൻപ് ഇന്ത്യയിലെത്തിയത്. അന്ന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയ്ക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിൽ ലയണൽ മെസ്സി കളിച്ചിരുന്നു. അർജന്റീന നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. ഇപ്പോ സ്പോൺസർമാർ പറയുന്നത് നവംബറിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ അർജന്റീന ടീം വരേണ്ട എന്ന് മുൻപേ പറഞ്ഞല്ലോ എന്ന് ചോദ്യം. അന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്, എനിക്ക് തീരുമാനം മാറ്റാലോ എന്ന് ആൻഡ്രോ അഗസ്റ്റിൻ. ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിലർ മാത്രമാണ് അതൊന്നും കാണാത്തതെന്ന് മറുപടി. മെസ്സി സംഘവും മാർച്ചിൽ വരുമെന്ന് സ്പോൺസർ. റിപ്പോർട്ടർ ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളെയും നെഞ്ചത്ത് കയറി ഊഞ്ഞാലാടുകയാണ് ആൻഡ്രോ അഗസ്റ്റിൻ. അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരം നവംബറിൽ വിൻഡോയിൽ നടക്കാനാണ് നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ ഫിഫ അനുമതി ലഭിച്ചില്ല. അർജന്റീന ടീമിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. നവംബറിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ ടീം വരേണ്ട എന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താനല്ലേ അന്ന് അത് പറഞ്ഞതെന്നും തനിക്ക് തീരുമാനം മാറ്റാലോ എന്നുമായിരുന്നു ആൻഡ്രോ അഗസ്റ്റിന്റെ മറുപടി. അതായത് പറഞ്ഞത് മാറ്റി പറയാൻ തനിക്ക് ഒരു മടിയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നവംബറിൽ ഇല്ലെങ്കിൽ ഡിസംബറിൽ ഇന്ത്യയിൽ ഒരു നഗരത്തിലും അർജന്റീന വരില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കരാർ പ്രകാരമുള്ളത് നടക്കില്ലെന്ന് കരുതി പറഞ്ഞതാണെന്നും ഇന്ന് ടീം താനുമായി നന്നായി സഹകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അന്ന് മാർച്ച് മാസത്തിൽ കളിക്കേണ്ടെന്ന് പറഞ്ഞ തീരുമാനം ഇപ്പോൾ മാറ്റിയെന്നും ആൻഡ്രോ അഗസ്റ്റിൻ പറയുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് തന്നെ അറിയണം. ആൻഡ്രോ അഗസ്റ്റിൻ വരുമോ, മെസ്സി വരുമോ? ആൻഡ്രോ അഗസ്റ്റിൻ വന്നിട്ട് കാര്യമില്ലല്ലോ. മെസ്സി വരുമോ, കേരളത്തിൽ കളിക്കുമോ? എന്തായാലും വരില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പം അവർക്ക് ഇവിടുത്തെ ക്രമീകരണങ്ങളൊന്നും പൂർത്തിയായില്ല എന്നൊക്കെയാണ് അർജന്റീന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുട്ബോളിന്റെ ഇതിഹാസത്തെ കാണാൻ TV-യിലൂടെ കണ്ടാൽ പോരെ? എന്തിനാണ് ഇത്രയും കോടികളൊക്കെ കൊടുത്ത് ചെലവാക്കി പോയി കാണുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. പിന്നെ ഫുട്ബോൾ താരമാണ്, ഇതിഹാസ താരമാണ് മെസ്സി. അപ്പോൾ മെസ്സിയെ കാണാൻ ഒരുപാട് കുട്ടികളടക്കം ഒരുപാട് പേർക്ക്, വലിയ ഫുട്ബോൾ ആരാധകർക്ക്, ഫുട്ബോൾ കളിക്കുന്നവർക്കും ഫുട്ബോളിനെ കുറിച്ച് അറിയാവുന്നവർക്കും ഒക്കെ മെസ്സി ഒരു വല്ലാത്തൊരു വികാരം തന്നെയാണ്. മെസ്സിയെ കാണാനായി ഇങ്ങനെ കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്നുള്ളത്. പക്ഷേ ധൈര്യമായിരിക്കൂ, ഒരുപാട് ആഗ്രഹിച്ചാൽ അതൊരു നാൾ സഫലമാകും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ദിവസം മെസ്സി വരും, ആയിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.